സോ ഗൈസ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും യാസീം വ്ളോഗ്സ് ഫാമിലിയിലോട്ട് ചാനലിലെ പേര് യാസീം വ്ളോഗ്സ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിങ്കു. ഇതില് ഏതായിരുന്നു ഡോറ ബുജില് മിങ്കു എല്ലാരും സമയം ഗൈസ് രാവിലെ 4:05 ഞങ്ങൾ ഇന്ന് ഒരു ട്രിപ്പ് ആരംഭിക്കുകയാണ്. എങ്ങോട്ടാ പറഞ്ഞു ഗോവ. നമ്മള് വണ്ടി എടുത്തതിന് ശേഷം ഏറ്റവും വലിയ ഒരു യാത്ര അല്ലേ? സോ നമ്മള് ഒരാഴ്ചത്തേക്ക് ഇനി വീട്ടില് ഒരാഴ്ച ഉണ്ടാവില്ല അല്ലെ, 4 ദിവസം അല്ലെ, 4-5 ദിവസത്തേക്ക് നമ്മള് ഒരു ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഇത് ഷിംഗുലെ വെട്ടി ഗോവയിൽ പോയി ബീച്ചിൽ തെലങ്കാന കണ്ണാടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തുള്ളണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തുള്ളിക്കാം. പക്ഷെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മഴക്കാലാണ്. അപ്പം തുള്ളാൻ പറ്റൂല്ലോ നമുക്കറിയില്ല. നിങ്ങൾ തുള്ളിക്കണം. ഇത് എന്റെ ബാഗ്, ഇത് ഷിംഗുവിന്റെ ബാഗ്. ലൈറ്റ് ഓഫ് ആക്കട്ടെ. റൂമിന്റെ ഷോക്സ് എന്താ ഇനി ഇവിടെ ഉള്ളു. പുതിയൊരു സ്ഥലത്ത് അറ്റാച്ച് ഷോക്സ് ആണ്. എന്റെ ലാപ്ടോപ്പ് ഇത് ലാപ്ടോപ്പ് ഇതിലാണ് ഞങ്ങളുടെ അന്നം എഡിറ്റൊക്കെ ചെയ്യുന്നതിനാണ്. നമ്മളെ ക്യാമറമാൻ ഭയങ്കര സ്കില്ലാണ് കേട്ടോ. എല്ലാം ഒപ്പിയെടുക്കണം. ഏത് 3 മണിക്കായാലും 1 മണിക്കായാലും 12 മണിക്കായാലും പൂമുഖ വാദിക്കൽ നിന്ന് പോരാളി എഴുന്നേറ്റിട്ടുണ്ട്. ഇത് ക്യാമറമാന്റെ വൈബുള്ള പിങ്കി ട്രോളി ബാഗ്. ഫുള്ള് പിങ്ക. നോക്ക് എന്റെ കാല്, എന്റെ ഡ്രസ്. ലെറ്റ് മീ സീ ദ ഒഫീഷ്യൽ ക്യാമറമാൻ ഓഫ് ദ യാസീം വ്ളോഗ്സ് ഫാമിലി. നോക്ക് ഔട്ട്ഫിറ്റ് നോക്ക്, എല്ലാം പിങ്ക്. ഇത് പിങ്ക്. എന്താ പാന്റ് പിങ്കാക്കാനെ കിട്ടിയില്ല. ഞാനൊന്ന് ഒപ്പി എടുത്തോട്ടല്ലേ? ഞാൻ ഒപ്പി എടുത്തിട്ട് പണ്ടത്തെ അമ്മായിമാരൊക്കെ നോക്കൂലേ? നമ്മുടെ ലഗേജ് 2 ബ്ലാക്ക് ട്രോളി, ഒരു പിങ്കി, പിന്നെ എന്റെ ഹാൻഡ് ബാഗ്. അത് ഷിങ്കുവിന്റെ ഹാൻഡ് ബാഗ്. അതോ അത് സാരിയും വെള്ളവും ഷൂവും എക്സ്ട്രാ ഉള്ളത് വളരെ അത്യാവശ്യം ഇല്ല. പിന്നെ ഇത് യാസിൻഖാന്റെ കാറിന്റെ സാധനം. രാത്രിയാണ് നമ്മൾ മാറ്റ് കിഴിച്ച്. പിന്നെ ഉണങ്ങിയിട്ടില്ല, പേടിയാവുന്നുണ്ട്. എന്റെ ടോക്കിയോ മോളും എണീറ്റിട്ടോ. ഗുഡ് മോർണിംഗ് ആയി. ഞാൻ വണ്ടി പുറത്തേക്ക് ഇറക്കാം. ബാക്കി എടുക്കാം. ചേച്ചിയും ഉമ്മയൊക്കെ എണീറ്റുണ്ട്, കാണിച്ചു കൊടുക്കും. വരാം. പോരാളി രാവിലെ എന്നിട്ട് ഉമ്മ പോരാളി തട്ടം ഇട്ടിട്ടില്ല. ഓക്കെ. ഉമ്മ ഒരു എന്തെങ്കിലും പറയ്, ശബ്ദം കേക്കാനാ. സങ്കടമാണോ ഉമ്മക്ക് വരാൻ പറ്റാത്ത? ചേച്ചിക്ക് സങ്കടമുണ്ടോ? ഞങ്ങള് മിസ് ചെയ്യോ? അടിപൊളി കാപ്പി. അടിപൊളി കാപ്പി. നമുക്ക് എന്താക്കാം, ഇറങ്ങുമ്പോ എടുക്കാം. നമ്മളിതാ യാത്ര തുടങ്ങുകയാണ്. 4:13. അപ്പം വണ്ടി ഞാൻ പുറത്തോട്ട് എടുക്കട്ടെ. പറഞ്ഞില്ല, ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കില്ലേ. പറയാം, ഇപ്പൊ വരാം. ലഗേജ് വെച്ചിട്ട് ഓടിപ്പോ.
വേണ്ടിട്ടായിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ടു ഞാനും വരച്ച് കഴിക്കാൻ വേണ്ടി. ഇപ്പൊ യാസിനിക്ക ഉണങ്ങിയില്ലായിരുന്നു. ഹെയർ ഡ്രയറും ഉണ്ടോ നമ്മളിത് ഉണക്കിയതിപ്പോ. ഹെയർ ഡ്രയർ കൊണ്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ. വെക്കാണ്. കണ്ടോ സുന്ദരി പോത്തുംകുട്ടിനായിട്ട് കറുത്ത. എന്താ പോത്തുംകുട്ടെന്നുള്ളതാണ്. വണ്ടി കറുത്തതല്ലേ, പോത്ത് കറുത്തതാണ്. പോത്ത് നമ്മളെ സിഗ്നേച്ചർ വേർഡാണ്. അപ്പം അതിന് പോയിട്ടൊരു കളിയില്ല. ഇനി ഫ്യൂച്ചറിൽ ഒരു പോത്ത് ബിസിനസ് ഒക്കെ തുടങ്ങണം എന്നാണ് അല്ലേ ഡോക്ടറും. അതിൻ്റെ ഒപ്പം വയനാടാണല്ലോ, നമുക്ക് പറമ്പിഷ്ടം പോലെ ഉണ്ട്. അപ്പം പോത്തിനെ പറമ്പിൽ ഇങ്ങനെ അയച്ചു വിട്ട് ഇങ്ങനെ ബിസിനസ് ആക്കും. നല്ല പെരുന്നാളാകുമ്പോൾ നല്ല മണിയാണ്. അപ്പൊ ഐഷയും ഞാൻ ഇച്ചിരി വർത്തമാനം പറയട്ടെ. പോത്ത് ബിസിനസ് ഐഷക്കും പോത്ത്. ഐഷ ആദ്യം പറഞ്ഞേ, ഐശക്ക് പോത്താ ഞാൻ പോത്ത് ബിസിനസ് എന്താ ഫ്യൂച്ചറില്. ഞാൻ പറഞ്ഞേ ഒരാള് രാജമാണിക്കേക്ക് വരും. എനിക്ക് ഇഷ്ടമാണ് മാണിക്കാം ഐഷ പൊതുവേ എല്ലാം. ഭയങ്കര പേടിയാ, പക്ഷെ ഇഷ്ടം. എനിക്ക് ആന, എന്റെ ഫേവറേറ്റ് ആനയാ. ആന ബിസിനസ് വാങ്ങിക്കാം. ഒരു 5 ആനനെ മേടിച്ചു. നമ്മുടെ നാട്ടില് നിയമം 5 ആനനൊക്കെ മേടിച്ചിടാൻ പറ്റുമോ? ഇപ്രാവശ്യം ലഗേജ് ഒക്കെ എങ്ങനെയാ? ലഗേജ് ഒക്കെ ഇത് സീറ്റും വെച്ചാൽ സീറ്റൊക്കെ ബാക്കിലെ സീറ്റിലോ? അത് ശരി. നമ്മളിപ്പം ലഗേജ് ഒന്നും കേട്ടല്ലോ. അതെന്താ ഹാൻഡ് ബാഗ്. ഇത് നിങ്ങളെ ഹാൻഡ് ഇത് എന്താ പറയാനുണ്ടോ എന്തായാലും? ഓയ് ഓയ് കാലത്ത് തന്നെ പോയിരുന്നേ. നക്ഷത്രങ്ങളൊക്കെ ഒന്നും കാണുന്നില്ല. ഒന്നും കാണില്ല. എനിക്ക് ടോക്കിയെല്ലാം കാണിക്കും. ടോക്കിയോ ഈസ് സ്ലീപ്പിംഗ്. ഓ ഇനി ഒന്നും എടുക്കാനില്ലല്ലോ. ഇനി എന്തെങ്കിലും എടുക്കാനില്ലെങ്കിൽ മറന്നു കിട്ടും. നമുക്ക് ഇറങ്ങാം. അല്ല, ഇന്ത്യയല്ലേ, ഇന്ത്യയിലെല്ലാം കിട്ടും. അഫോർഡബിൾ. ഉപ്പച്ചിനോടല്ലേ ഉപ്പച്ചി പോവാട്ടോ. ഉറക്കപ്പിച്ച് ഇന്നലത്തെ ഉറക്ക ക്ഷീണം. കെട്ടിപ്പിടിച്ചില്ലേ പറയും ഉമ്മാനോട് സ്നേഹമല്ല. കെട്ടിപ്പിടിച്ചാ പറയും ഓവറാക്ക. വീട്ടിലേ അയ്യോ ആരെയും ചവിട്ടിട്ടോ. ഇന്നപ്പോ കൂടി ഹലോ അസ്സലാമലൈക്കും. നല്ല നോക്കി പോയി കിട്ടുന്നില്ല. എന്നാ പോയിട്ട് വരാം. ചേച്ചി ബൈ. മാ പോയിട്ട് വരാവേ. ചേച്ചി പോയിട്ട് വരാം. ബൈ. വന്നിട്ട് കാണാം. താങ്ക് യു. ചേച്ചി മമ്മീനെ നോക്കണേ. ഉമ്മ ചേച്ചി നോക്കണേ. രണ്ടുപേരും ടോക്കിയാലും നോക്കണേ. നിങ്ങൾ ഏൽപ്പിച്ചിട്ടാ പോയെ. കാലത്ത് മറ്റേ ജ്യൂസ് കൊടുക്കണേ. പിന്നെ മറക്കല്ലേ നിങ്ങൾ എന്താ കൊടുക്കാതെ കൊടുത്താ മതി. ഇച്ചിരി ചിക്കൻ കൊടുക്കാം. ചിക്കൻ കൊടുക്കണേ. ഏത് വിഷമ അതിന് ഫുഡ് ഇറങ്ങൂല. അങ്ങനെ അതിനെ കൊണ്ടോക്കൂടാ ഞാൻ ഞാൻ ഡിക്കിലിടയുന്നല്ലേ വരിക്കും ഇങ്ങനെ. ഇതിന്റെ ഉള്ളിലെ ഇന്നടത്തേക്ക് അത് കഴിയും. നല്ല ഭംഗി. ശരി, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കും. ബൈ. കേറു ശുംഭു, കയറ് ബാക്കി. എന്റെ കൂടെ ഇരിക്കട്ടെ, രാവിലെ അല്ലേ. സോ ഗൈസ്, നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉറക്കമൊന്നുമില്ലാതെ തൂങ്ങി പിടിച്ചിട്ട് ആൾക്കാർ പോണ്. പണിക്ക് പോണേ അല്ലേ. അപ്പം നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ നേരെ പോവുകയാണ്. നമ്മൾ പോകേണ്ട വഴി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ മാനന്തവാടി, തോൽപ്പെട്ടി, കുട്ട, ഗോണിക്കുപ്പ, മടിക്കേരി, മംഗലാപുരം, അവിടുന്ന് ഗോവ. അപ്പം ഇനി വെളിച്ചമൊക്കെ വന്നിട്ട് കാണിച്ചാൽ പോരെ. ഇതിങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ നമുക്ക് വെളിച്ചം വന്നിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. ഓക്കെ. സോ ഗൈസ്, സമയം 5:41. ഇറങ്ങിയിട്ട്
ഞാനിതാ പിന്നെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സെഞ്ച്വറി ഇവിടെ നിന്ന് നിർത്തിയിരിക്കുകയാണ് ഒരു ചായ കുടിക്കാൻ. ഇവർ രണ്ടുപേരും വേക്ക് കിടന്നുറങ്ങുക ഗൈസ്. അപ്പം ഇവർ കിടന്നുറങ്ങുക ഗൈസ്. ഞാനിവിടെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുക, നല്ല സുഖത്തിൽ ഉറങ്ങുക രണ്ടെണ്ണം. അപ്പം ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പോവാം. അപ്പം ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ കേരളം കഴിയും കേട്ടോ. ചേറ്റ് ഇവരിപ്പോൾ ഉറങ്ങിക്കോട്ടെ, എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ എന്നോട് വർത്തമാനം പറയാൻ ആളുണ്ടാവുമല്ലോ. ദ ജംഗിൾ റെസ്റ്റോ കഫേ ഇവിടെ നാട്ടോ ചായ കുടിക്കണേ. ചായ 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 ചായ. സമയം 6:15 നേരം വെളുത്തു വരുന്നു. ഇവർ രണ്ടാളും കൂർക്കം വലിച്ചു ഉറക്കം തന്നെ ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുകയാണ്. നമ്മളിപ്പോൾ കർണാടകയിൽ കയറി. ഇത് കുട്ട ഗോണിക്കുപ്പ റോഡാണ് കേട്ടോ. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടുള്ള പൊക്കാണ്. എന്നാലും നൈസാണ് റോഡ്, വലിയ തിരക്കേടില്ല, കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നൈസായിട്ട് ഇങ്ങനെ പോവാണ്. ചായയൊക്കെ കുടിച്ചപ്പോൾ ഒരു എനർജിയൊക്കെ വന്നിട്ടാ. അപ്പം ഇനി ഇവരെ എണീറ്റിട്ട് കാണിക്കാം. ഇവരുണ്ടെങ്കിലേ എനിക്ക് തള്ളാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ കാണിച്ച അതേപോലത്തെ സ്ഥലം, പക്ഷേ 10 കിലോമീറ്റർ വന്നു കേട്ടോ. ഇവരിപ്പോഴും ഉറക്കം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ അവരെ ശല്യപ്പെടുത്തുന്നില്ല, ഉറങ്ങിക്കോട്ടെ. ശിങ്കു തലേ തട്ട ഊരിയിട്ടാണ് ഉറങ്ങുന്നത്, അതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ. പിന്നെന്താ നൈസ് വൈബ്. അതാ വീട്ടിലൊക്കെ ചായ ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരാളതാ പല്ല് തേക്കുന്നു, പല്ല് തേച്ചു കൊണ്ടിരിക്കുന്നു ഗൈസ്. വൈബ് നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ സ്ഥലം മൊത്തം. ഗോണിക്കുപ്പ എത്തിയിട്ട് വേണം വണ്ടിയിൽ എണ്ണ അടിക്കാനും ഇവർക്ക് ചായ വേണമെന്നൊക്കെ ചോദിക്കാനും. അപ്പോൾ ഞങ്ങളിതാ കുട്ട കഴിഞ്ഞ് ഗോണിക്കുപ്പ എത്തി. എണ്ണ ഫുള്ളാക്കിയിട്ടുണ്ട് ഞാൻ. 3726 രൂപ. ഇവർ രണ്ടാളതാ മൂത്രയിക്കാനൊക്കെ പോയി വരുന്നു. കയറു. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ശിങ്കു മുന്നിലിരുന്നോ ഇനി? വീഡിയോ എടുക്കണമെങ്കിൽ മുന്നിലിരിക്കണം. ഇതുവരെ ഉറങ്ങിയാണ് 2 പോത്ത് പോലെ. സീനുണ്ട്, എന്നാലും എന്നെ ഒറ്റക്കാക്കിയിട്ട് ഇങ്ങനെ എങ്ങനെ തോന്നി കിടന്നുറങ്ങി? ഇല്ലെങ്കിൽ ഉമ്മ കേറിയാ തന്നെ ശിങ്കു പുറകിലിരിക്കൂല. ഇന്ന് 2 ആൾ കൂടി ഗേൾസ് ഓൺലി ട്രിപ്പാ. എന്നാ കേറ്. ആ വണ്ടി മാറ്റ്. ഞങ്ങള് ഇനി ഇത്രയും നേരം നിങ്ങൾ യാസിൻ ഖാനെ സഹിച്ച് ഇതാ വന്നിരിക്കും നിങ്ങളെ സ്വന്തം ശിങ്കു അല്ലേ? റോഡ് ആ മാപ്പ് ഇതല്ലേ, ഗൂഗിൾ മാപ്പ് ചതിക്കൂലെന്ന് വിചാരിക്കണു. പക്ഷെ ഞങ്ങൾ അവിടെയൊക്കെ മാപ്പ് ഇട്ടാലേ ചതിക്കും. നേരെ ഏതെങ്കിലും ഒരു പുഴേന്റെ അവിടെ കൊണ്ടുവെക്കും, എന്നിട്ട് പറയും എന്റെ ഫോൺ എവിടെ? അതിൽ ഇതാണ് കൂർഗ്, ഇതാണ് കൂർഗ്. പക്ഷെ കണ്ടിട്ടൊരു വയനാട് വൈബാ. ഒരു വീടും കൂർഗ് ടൂറിസ്റ്റ് ഇതാണെന്ന് തോന്നുന്നേ ഇല്ല. വയനാട് പോലെ. വയനാട് ആ ശരിയാ, ഞാൻ ക്യാമറയൊക്കെ നോക്കണല്ലേ. കണ്ടിട്ട് നമ്മള് വയനാട് പോലത്തെ ഒരു റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ലൊരു സ്ഥലം കണ്ടപ്പോ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ തോന്നി, അങ്ങനെയൊക്കെ പറയും. തോന്നി കേട്ടല്ലോ എല്ലാവരും. അപ്പം നല്ല ഇതിപ്പോ നമ്മളെ വയനാട് തന്നെ. ഞാൻ കൂർഗ് വേറെയാ പ്രതീക്ഷിച്ചേ. ക്യാമറേന്റെ ഉള്ളിൽ കൂടെ കണ്ണ് ഇല്ല, ഞാൻ പിടിച്ചോളാം. ശരി, നല്ല പക്ഷെ നല്ല വെതർ ഇട്ടാ. പഠിച്ചു നമുക്ക് വേണ്ടി ഒരു വീക്ക് മൊത്തം മഴ പെയ്ച്ചിട്ട് ഈ വീക്ക് ഇങ്ങനെ വെയിലാക്കി. ഞാൻ കരുനാക്കൊന്നും പറയുന്നില്ല, അതുകൊണ്ട് ഞാനേ ഒന്നും മിണ്ടുന്നില്ല ഗൈസ്. എന്തേ കൊള്ളാം, നല്ല രസമുണ്ട്. ഞങ്ങളെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയും കൊണ്ട് ട്രിപ്പ് പോവാ. ഇങ്ങനെ തന്നെ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്കും കാണാലോ അല്ലേ? വീഡിയോ എടുക്കാൻ പഠിപ്പിച്ചത്. ഹായ്, നല്ല ക്യാമറ ഇങ്ങനെ പിടിക്കാൻ നോക്ക്.
നമ്മളിപ്പോ ഒരു സ്ഥലം കണ്ട് ഭംഗിയുള്ള അപ്പൊ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത് ആ ഒരു ചേച്ചി നടന്നു പോകുന്നു അല്ല ചേട്ടൻ, അപ്പൊ ഇങ്ങനെ സൂം ചെയ്ത് അങ്ങനെ ഇടും. അപ്പൊ ഫുള്ള് ഈത്തപ്പഴം മഴ കേട്ടോ. നോക്കിയാ ഫുള്ള് വെച്ച് പിടിപ്പിച്ചേക്ക അതിന്റെ കൃഷി മൊത്തം ഉണ്ട് കുറെ. നമ്മള് വിചാരം UAE GCC കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒക്കെ ഉണ്ട്. അവിടെ കൊറേ കണ്ടിരുന്നു. എന്താ പിന്നെ അന്ന് ഇത്രയും നേരം ഞാൻ തള്ളിയപ്പൊന്നും മിണ്ടിയില്ല. അതന്നെ ഈന്തപ്പഴം മരം തന്നെ, അതുപോലെ തന്നെ ഉണ്ട് കാണാൻ. പനന്തൊങ്ക അല്ല ഗൈസ്, നിങ്ങക്ക് വിവരമുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊന്ന് കമന്റ് ചെയ്യുക അതെന്താന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി എന്തെങ്കിലും മുന്നോട്ട് കാണാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കുറച്ച് കാടുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ? അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ എത്തിയിട്ടോ. അപ്പൊ നമ്മള് വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കിട്ടി, ഫുഡ് വന്നു. എന്തൊക്കെയുണ്ട് അത് ചിങ്കു എന്തോ എടുത്ത്. മുട്ട റോസ്റ്റ് ഉണ്ട്. ഓ എന്ത് ഭംഗിയാ. അവിടെ ഇട്ട് കൊടുക്ക്, വൈഫിന് ഇട്ട് കൊടുക്ക്. ആ വൈഫി, അതെ വൈഫി. സ്നേഹം കിട്ടാനാണ് കല്യാണം കഴിച്ചത്, അല്ലാതെ പിന്നെ എന്തിനാ. ഞങ്ങൾക്ക് മാത്രം ആ ബീഫ്. ഓ ഇന്നലത്തെ ഇവിടെ ഇത്രയും കറിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ചെറുപയറും കൂടി കൂട്ടിക്കിട്ടില്ല. സ്റ്റൈല് ചെയ്ത് നോക്കൂ. ഒരു പിടി പിടിക്കേ നോക്കട്ടെ. ചെറുപയർ കൂടി ഞാൻ കഴിച്ചോളാം. അപ്പൊ നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് ആയിഷ പത്തലിപ്പോ തിന്നു വെക്കും. ബായ്. പത്തൽ, നല്ല സുന്ദരി പത്തൽ. അപ്പൊ ഞങ്ങള് ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങിട്ടോ. നമുക്ക് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലം. അപ്പം നല്ല രസമുണ്ട്. പോണ സ്ഥലങ്ങളൊക്കെ ഫുള്ള് ഫോറസ്റ്റ്. അതിന്റെ ഇടയിൽ ഒരു ചുരം ഇറങ്ങി. കാട്ടുപശു അവിടെ ഒറിജിനൽ പശുവാണ്. പറ്റിക്കാണ്. നമ്മളിപ്പോ ഉള്ളത് എവിടെ അറിയാം? ഡ്രൈവർ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ മടിക്കേരി മംഗലാപുരം റോഡ്. മടിക്കേരി മംഗലാപുരം. ഓക്കെ, താങ്ക്സ്. ഓക്കെ, അപ്പം ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ പക്ഷികൾ വന്നിരുന്നാലും കൊള്ളാം. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. വാവ്, സൂപ്പർ സൂപ്പർ, നല്ല വ്യൂ ഗൈസ്, നല്ല ഭംഗി. സ്കൂളിൽ മടി പിടിച്ചു പോകുന്ന വാപ്പ കൊണ്ടാക്കുന്ന കുട്ടികൾ. എന്തായാലും കൊള്ളാം, നല്ല നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. കോടയും എല്ലാമായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് ഇത് എന്തിൻ്റെങ്കിലും കൃഷിയായിരിക്കും, അല്ലാണ്ട് ഇങ്ങനെ അല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇനി ബാക്കി വ്യൂ വല്ലതും കിട്ടും. വാവ്, നോക്ക്. ഏത്? കൊള്ളാം. ഇവിടെ ഒരു പിച്ച് സ്റ്റോപ്പ് എടുത്തു. അന്നേരം നല്ല അടിപൊളി കരിക്കിട്ടോ. അപ്പൊ ദേ ഒരു ഇക്കാനെ പരിചയപ്പെട്ട്. പേരെന്താ ഇക്കാന്റെ? ഫാറൂഖ്. ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പൊ ഇത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, ഐഷും ഒന്ന് ഛർദിച്ചേർന്ന്. 9:48. അതെന്താ സംഭവം എന്ന് വെച്ചാല് സുല്ലിതാണ് എന്റെ കൂട്ടുകാരന്റെ പരിപാടിയാ. അറിയോ നോക്കി ഇക്കാനോട് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഐഷ ഒന്ന് ഛർദിച്ചേന്ന്. അപ്പോൾ നമ്മൾ ഓക്കെ. ഇതിനാണ് ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു സ്റ്റോറി ഇല്ല. എന്താ ഫോട്ടോ ഇല്ലാത്ത? ചിലവരങ്ങനെ കൂട്ടാക്കിട്ടാണ്. അബ്ദുവിനറിയാം.
നല്ല രസമുണ്ട് അല്ലേ? ഞങ്ങളിത് സുള്ളിയയിൽ കൂടെ പാസ് ചെയ്ത് പോവാട്ടോ അല്ലേ? കർണാടകയിലെ സുള്ളിയ. കർണാടകയിലെ സുള്ളിയ. അപ്പം ഇവിടെ എത്തിയപ്പോ തന്നെ കുറെ സബ്സ്ക്രൈബേഴ്സ് വിളിച്ചിട്ടോ. വെരി ഹാപ്പി, താങ്ക് യു സോ മച്ച്. വിളിച്ചിക്ക് കൊറേ പേരൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം യാസിനൊക്കെ ഡ്രൈവിംഗിലാണ് അല്ലേ? എന്തേ ഒരാളെ വിളിച്ചുള്ളൂ. അത് നിങ്ങളല്ലേ പറഞ്ഞു കൊറേ പേര് വിളിച്ചോണ്ടിരിക്കും. ഞാനൊരു അതിശോക്തി പറഞ്ഞാൽ ഓക്കെ എനിക്കറിയൂ വിളിക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ ഞങ്ങള് മംഗലാപുരം, മാംഗ്ലൂർ അല്ലേ? മംഗലാപുരം എത്തി. എന്തൊക്കെ ഇപ്പൊ ടോട്ടല് നമ്മൾ എത്ര കിലോമീറ്റർ കവർ ചെയ്ത്? 250 കിലോമീറ്റർ. കാണുന്നില്ലല്ലോ. 6 മണിക്കൂർ 250 കിലോമീറ്റർ. ഇനി നമുക്ക് 364 കിലോമീറ്റർ ബാക്കി കിടക്കും. ഇനി നമുക്ക് എന്റെ വയനാടിന്ന് കൊടുങ്ങല്ലൂർക്ക് പോണ ദൂരം അത്രക്കും ബാക്കിയുണ്ട് അല്ലേ? അതിനും കൂടുതലുണ്ട്. അതിലും ഒരു 1 hour കൂടുതലുണ്ട്. അതൊക്കെ നല്ല അടിപൊളി, എന്താ പറയാ, വെയില്, നല്ല ക്ലൈമറ്റും, നല്ല വെയിലും. ഇതിപ്പോ വയനാട് പോലെ ഉണ്ട് ഈ ഭാഗമൊക്കെ. വയനാട് കൽപ്പറ്റ ടൗൺ പോലെ ഉണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും കൊള്ളാം എല്ലാം. പക്ഷെ ബോർഡ് എല്ലാം ഒക്കെ ഇവരുടെ ഭാഷയിൽ എഴുതി വെച്ചിരിക്കും, അതുകൊണ്ട് നമുക്ക് വായിക്കാനൊന്നും പറ്റത്തില്ല അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ കൂടെ എഴുതി വെക്കും. ഇപ്പൊ ബസ്സുമ്മലായാലും എന്തായാലും ഇതെല്ലാം ഇവരുടെ ഭാഷയിൽ അങ്ങ് എഴുതി വെച്ചിരിക്കുക. അന്നേരം നമുക്കൊന്നും വായിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അല്ലേ? ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ? ഒരു ഹോട്ടലില് നമ്മൾ നിർത്തിയേക്കാണ് ലഞ്ച്. ഐഷുമ്മ വീണ്ടും ഛർദിച്ചിട്ടോ, 2ാമത്തെ തവണ ഞാൻ ഛർദിക്കുന്നത്. കരിക്കും പോയി, കുടിച്ച കരിക്കും പോയി അല്ലേ? വയ്യാണ്ടിരിക്കണേ. ഇനി വല്ല ORS മേടിച്ചു കൊടുക്കണം, അന്നേരം ഓക്കെ നോക്കാം. ഗൈസ്, നമ്മളിത് ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഒരു സ്ഥലം പിടിച്ചിട്ടുണ്ട്, അപ്പം നോക്കാം. പ്യുവർ വെജിറ്റേറിയൻ. വെജിറ്റേറിയനാ. താലി പറഞ്ഞാലോ? സൗത്ത് ഇന്ത്യൻ താലി. പിന്നെന്തുകൊണ്ട്? എനിക്ക് ആദ്യം തന്നെ ഒരു ജ്യൂസ് പറയും പ്ലീസ്. ഇരിക്കി. നമ്മള് ഇവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി എത്തി. 2 നോർത്ത് ഇന്ത്യൻ താലിയും സൗത്ത് ഇന്ത്യൻ താലി 2 എണ്ണവും, ഒരു നോർത്ത് ഇന്ത്യനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ഷീണത്തിന് കുടിക്കാൻ ഷിങ്കുവിനൊരു മാംഗോ ലസ്സിയും യാസിനിക്കക്ക് പൈനാപ്പിൾ. അത് ഫ്രഷ് ചെയ്തോണ്ട് കൊള്ളാം. മാംഗോ ലസ്സി എങ്ങനെയുണ്ട്? പിന്നെ സൂപ്പ് കോംപ്ലിമെന്ററി ആയിട്ട്. ചോറിലുള്ളത് ചോറ്, പപ്പടം, ചപ്പാത്തി, പായസം. ഇതെന്ത് തോരനാ? വെണ്ടയ്ക്ക തോരൻ, സാമ്പാർ, രസം, തൈര്, അച്ചാറ്, പിന്നെ എന്തോ ഒരു കറി, മീൻകറിയോ പരിപ്പ് കറിയോ എന്തോ ഒരു കറി. പിന്നെ ഇത്രേ ഉള്ളു. ഇനി നമ്മൾ കഴിക്കട്ടെ. ബൈ. ഞാൻ വണ്ടി ഇപ്പൊ ഒന്ന് സൈഡാക്കിയതാണ് നമ്മളെ. ഇത് എവിടെയാന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? കഴിഞ്ഞ വർഷം ഇതേ ഒരു സമയത്താണ് നമ്മൾ ഒരുപാട് കാലം 75 ദിവസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്ത അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? അന്ന് മല ഇടിഞ്ഞ സ്ഥലമാണിത് കണ്ടോ? ആ ഒരു ഏരിയയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ഗോവ എത്തിനാണ്ടി മുന്നേ ഒരു 100 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ. ഈ മൊത്തം ഇടിഞ്ഞിട്ടാണ് അന്നിങ്ങനെ ആയത്. ആ ലോറീൻ്റെ ഇതൊന്നും ഇവിടെ ഇപ്പം കാണാനില്ല, ഒന്നുമില്ല. ഓ, കഴിഞ്ഞ വല്ല ഒരു ഇത് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഓർമ്മ ഉണ്ടോ? എന്തായാലും നമ്മൾ പോട്ടെ ഇവിടെ നിന്നിട്ടോ. അപ്പൊ നമ്മൾ ഗോവ ട്രിപ്പ് ഇനി 1 hour 53 minutes 1 hour 53 minutes ആയിട്ട് കണ്ടോ? മാപ്പ് ഉണ്ടോ? അപ്പൊ നമ്മൾ നല്ല അടിപൊളി
ഭംഗിയില്ലേ ആ മലേന്റെ ഇതില് അവരിത് പണിത് വെച്ചേക്കണത് ഒരു കഴിവ് തന്നെ അല്ലേ ഇതിങ്ങനെ ഡ്രില്ല് ചെയ്ത് അല്ലേ ആ പാറ തുളച്ച് അടുത്തത് അടുത്ത ടണല് നല്ല രസമുണ്ട് കാണാൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പൊ ഗൈസ് നോക്ക് നമ്മള് മാപ്പ് ഇട്ടിട്ട് പോയിന് അപ്പം താഴെ കൂടെ പോയത് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയത് ശരിയായില്ല അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് മേലയില് ബ്രിഡ്ജ് നോക്ക് ഈ ബ്രിഡ്ജിന്റെ മേലെ കൂടെ നമ്മൾ പോവണ്ടേനും നമ്മള് താഴെ കൂടെ പോയി നോക്ക് ഈ ബ്രിഡ്ജ് നല്ല ഭംഗിയുണ്ട് കാണാന് റഷ്യയില് ഒരു സ്ഥലത്തുണ്ട് ഈ ബ്രിഡ്ജ് ഇതിന്റെ വെളുത്ത് പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനത്തെ ബ്രിഡ്ജ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടോ കളേഴ്സ് മാറുന്നു ഒരു അത്ഭുതം തന്നെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചിലപ്പോ ഓരോരുത്തർ കണ്ടിട്ടുണ്ടോ അറിയത്തില്ല കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് എന്തായാലും നമ്മള് ഗോവയിൽ ഇപ്പം എത്തിട്ടോ ഇനി നമ്മളുടെ ലൊക്കേഷനിലോട്ട് പോവാൻ ഇനി ഒരു അരമണിക്കൂറും കൂടി ഡ്രൈവ് ചെയ്താൽ മതി ബ്ലോക്ക് ഉണ്ട് രാത്രി കാരണം അപ്പൊ അങ്ങോട്ട് വ്യൂ നോക്ക് അങ്ങോട്ടൊക്കെ നോക്ക് നല്ല രസമാണ് അത് എനിക്കൊന്ന് പുഴ ഹൗസ് ബോട്ട് അങ്ങനത്തെ ക്രൂസി കാസിനോ പോലത്തെ സാധനങ്ങളാന്ന് തോന്നുന്നു സോ ഗൈസ് എനിക്ക് തല കറങ്ങിയിട്ട് വയ്യ എനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ തല ഇറങ്ങാണ് ഞങ്ങള് ഗോവയിലെത്തി ഫൈനലി തല കറങ്ങാൻ എങ്ങനെയാ 15 മണിക്കൂർ ഓടിച്ചില്ലേ യെസ് നോൺ സ്റ്റോപ്പായിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ടായിരുന്നു തല ഇറങ്ങുന്നത് ഉറങ്ങായിട്ടായിരിക്കും ഞങ്ങളൊരു 8 മണിയാകുമ്പോൾ ഇവിടെ എത്തി പിന്നെ ഇത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഫ്ലാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഷേൻ്റെയും ഷിങ്കുവിൻ്റെ ഒക്കെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ പുള്ളിക്കാരി വീഡിയോയിൽ വരില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല പുള്ളിക്കാരി ഇപ്പം മാറി നിൽക്കുന്നുണ്ട് ക്യാമറേൻ്റെ പുറകിൽ അപ്പോൾ പുള്ളിക്കാരി എന്തായാലും വീഡിയോയിൽ വരില്ല സോ ഇറ്റ്സ് ഓക്കെ പക്ഷേ നമ്മളോട് ഒരു നല്ല കാര്യം പുള്ളിക്കാരി പറഞ്ഞത് ഒരു ഹോം ടൂർ വേണമെങ്കിൽ ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടന്റ് തീർക്കാൻ വേണ്ടി പുള്ളിക്കാരി ഒരു ഹോം ടൂർ തന്നിട്ടുണ്ട് നല്ല അടിപൊളി നല്ല വൈബ് റൂം കേട്ടോ നല്ല വൈബ് സോ നൈസ് കേസ് സോ പിന്നെ അതുപോലെ നമ്മൾ റൂമിലോട്ട് പോകുന്നില്ല പ്രൈവസി നമ്മൾ ജസ്റ്റ് ഇവിടെ മാത്രം കാണിക്കാം ഇതാ ഈ ഏരിയ നോക്കും നൈസ് അല്ലേ സോ ഗൈസ് ഈ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് പക്ഷേ നാളെ നിങ്ങളാരും വിചാരിക്കാത്തൊരു സർപ്രൈസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അല്ലേ എന്താന്നുള്ളത് അതന്നെ സർപ്രൈസ് ഞാൻ പറഞ്ഞു ഇവിടെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പൊ അവിടുത്തെ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പോയാ പോരെ എന്തിനാ അപ്പം സോ ആ സർപ്രൈസ് അതല്ല ഞങ്ങള് ഫ്രണ്ട്സ് കൂടി കുറെ നാൾ കിട്ടിയാണെന്ന് ഒരു മിനിറ്റ് അത് വിടാൻ ആവശ്യപ്പെട്ടു സോ സർപ്രൈസ് എന്താന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ളി അതെനിക്ക് ഈ വീഡിയോയിൽ വെളിപ്പെടുത്താൻ പറ്റൂല വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ സർപ്രൈസ് പോവുമല്ലോ സോ പ്ലീസ് വെയിറ്റ് നാളെ സ്റ്റേ ട്യൂൺ നാളത്തെ വീഡിയോയിൽ ഹോട്ട് ന്യൂസാണ് വൺ സർപ്രൈസ് ആയിരിക്കും സോ അതുവരെ വെയിറ്റ് ചെയ്യും അതുവരെ ബൈ ബൈ ഫ്രം ഗോവ പിന്നെ ഇനി ഭക്ഷണം കഴിക്കണം പുള്ളിക്കാരി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കുന്നു നമ്മൾ സർപ്രൈസിലോട്ട് കിടക്കും അത് നാളത്തെ വീഡിയോയിലാണ് സോ ബൈ ബൈ